ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കൊച്ചിയിലുള്ള ഇൻഫോ പാർക്കിൽ ഇപ്പോൾ വിവിധ കമ്പനികളിലായിട്ട് വിവിധ പൊസിഷനിൽ വേക്കൻസീസ് വന്നിട്ടുണ്ട്. അതിൽ ഫ്രഷേഴ്സിനും ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും വേക്കൻസീസ് വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നമ്മുടെ തൃശ്ശൂരിലും ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ ഏതൊക്കെ കമ്പനികളിലായിട്ട് ഏതൊക്കെ പൊസിഷനിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, ഫ്രഷേഴ്സിന് ഏതൊക്കെ വിഭാഗത്തിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം വന്നിട്ടുള്ള വേക്കൻസി എന്ന് വെച്ചാൽ ടു ബേസ് ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുമായിട്ട് ഒരുപാട് വേക്കൻസി ഈ ഒരു കമ്പനിയിൽ വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഫ്രഷേഴ്സിന്റെ വേക്കൻസി നോക്കാം. ഫ്രഷേഴ്സിന് ജൂനിയർ ക്വാളിറ്റി അനലിസ്റ്റ് എന്ന പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ ജൂനിയർ സിസ്റ്റം എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. ജൂനിയർ ബിസിനസ് അനലിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതേപോലെ ജൂനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതേപോലെ ജൂനിയർ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, നോൺ IT മേഖലയായ സെയിൽസിൽ വരുന്ന ഒരു ജോബാണ് ജൂനിയർ BDE എന്ന് പറയുന്നത്. സോ ഈ പൊസിഷനിലൊക്കെ ഈ ഒരു കമ്പനിയിൽ ഇപ്പോൾ ഫ്രഷേഴ്സിനായിട്ട് ഒരുപാട് വേക്കൻസി വന്നിട്ടുണ്ട്. അടുത്തത് എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി നോക്കുകയാണെങ്കിൽ AI എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. 2 to 6 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. SEO അനലിസ്റ്റ്, കണ്ടന്റ് റൈറ്റർ, ബിസിനസ് അനലിസ്റ്റ്, വേർഡ്പ്രസ് ഡെവലപ്പർ മുതലായ തസ്തികയിലൊക്കെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ 4 പൊസിഷനും 1 to 2 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ നിലവിൽ ഈ കമ്പനിയിൽ ഇത്രയും വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്കറിയാനുള്ളത് എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാനൊരു ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എത്താവുന്നതാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന ഓരോ ജോബ് റോളിനും എന്തൊക്കെയാണ് അതിന്റെ ജോലി വരുന്നത് മുതലായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വായിച്ച് മനസ്സിലാക്കിയതിനു ശേഷം വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അപ്ലൈ ചെയ്യാനായിട്ട് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ പോവുക, ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതാണ് ആദ്യം വന്നിട്ടുള്ള വേക്കൻസി. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയിലാണ്. 2 സ്ഥലങ്ങളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലും വേക്കൻസി വന്നിട്ടുണ്ട്, അതേപോലെ തൃശ്ശൂരിലും വേക്കൻസി വന്നിട്ടുണ്ട്. നമുക്ക് വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം. ഈ കമ്പനിയിൽ ഇപ്പോൾ 5 പൊസിഷനിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിന്റെ വേക്കൻസി ആദ്യം നോക്കാം. ജൂനിയർ അസോസിയേറ്റ് എന്നൊരു പോസ്റ്റിന് ഫ്രഷേഴ്സിന് വേക്കൻസി വന്നിട്ടുണ്ട്. ജൂനിയർ അസോസിയേറ്റ് ടെലി മാർക്കറ്റിംഗ് റോളിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയാണ്. എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനാണ്. ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ ആണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിഗ്രി ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി ഈ ഒരു കമ്പനിയിൽ ഫ്രഷേഴ്സിന് വന്നിട്ടുള്ളത് ട്രെയിനി ഡെവോപ്സ് എഞ്ചിനീയർ എന്ന പൊസിഷനിലാണ്. അതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തൃശ്ശൂർ, കേരള ആണ്. എക്സ്പീരിയൻസ് ഫ്രഷേഴ്സിനാണ് അവരിപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക്, ട്രെയിനി പൊസിഷനാണ്, ഫ്രഷേഴ്സിനെയാണ് അവർ ഹയർ ചെയ്യുന്നത്. ഇതിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അവർ ചോദിക്കുന്നത് എനി ഗ്രാജുവേഷൻ പ്ലസ് MS അഷ്യൂർ ഫണ്ടമെന്റൽ സർട്ടിഫിക്കേഷൻ വേണമെന്നാണ് അവർ പറയുന്നത്. സോ ഈ 2 പൊസിഷനിലാണ് ഈ ഒരു കമ്പനിയിലായിട്ട് ഫ്രഷേഴ്സിന് ഇപ്പോൾ വേക്കൻസി വന്നിട്ടുള്ളത്. ഇനി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിന് വന്നിട്ടുള്ള 3 പൊസിഷനിലുള്ള വേക്കൻസീസ് ആണ്. ജൂനിയർ .NET ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, 1 to 2 year ആണ് ചോദിക്കുന്നത്. സീനിയർ .NET ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, 4 year ആണ് ചോദിക്കുന്നത്. രണ്ടിന്റെയും വർക്ക് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്. അടുത്തത് BCom കഴിഞ്ഞ ഒരു 5 year ഒക്കെ ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് മേഖലയിൽ വർക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇന്റേണൽ ക്വാളിറ്റി അനലിസ്റ്റ് എന്ന പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് നവി മുംബൈ ആണ്. മുംബൈയിലാണ് ഇതിന്റെ വേക്കൻസി വന്നിട്ടുള്ളത്. സോ ഈ കമ്പനിയിൽ ഈ പൊസിഷനുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV HR@jupiterbs.com JUPITERBS.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണ് അപ്ലൈ ചെയ്യുന്നത് അതുകൂടി മെൻഷൻ ചെയ്ത് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത കമ്പനിയുടെ വേക്കൻസി നോക്കാം.
അടുത്ത കമ്പനിയിലുള്ള വേക്കൻസി വന്നിട്ടുള്ളത് സെപ്പേർ ടെക്നോളജീസ് എന്ന് പറയുന്ന കമ്പനിയിലാണ്. തൃശ്ശൂരിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. ട്രെയിനി മെഡിക്കൽ ബില്ലിങ്ങിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനുള്ള ഒരു അവസരം തന്നെയാണിത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മെഡിക്കൽ ബില്ലിംഗ് മേഖലയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV hr@zapertech.com ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. ഈ ഒരു ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനുള്ള വേക്കൻസി ആണ്. നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ് ഈ വേക്കൻസി വന്നിട്ടുള്ളത്. അതുകൂടാതെ ട്രിവാൻഡ്രത്തും ഈ വേക്കൻസി വന്നിട്ടുണ്ട്. കമ്പനിയുടെ പേര് വരുന്നത് എക്സ്പീരിയൻ ടെക്നോളജീസ് എന്നാണ്. രണ്ട് പൊസിഷനുകളിലായിട്ടാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ടെക്നോളജി ലീഡ് അത് ഫുൾ സ്റ്റാക്കിൽ വേക്കൻസി വന്നിട്ടുണ്ട്. ലീഡ് എഞ്ചിനീയറിൽ ഫുൾ സ്റ്റാക്ക് വേക്കൻസി വന്നിട്ടുണ്ട്. സോ ടെക്നോളജി ലീഡിന് ഒരു 5 to 8 ഇയേഴ്സ് ആണ് ചോദിക്കുന്നത്. ലീഡ് എഞ്ചിനീയറിന്റെ എക്സ്പീരിയൻസ് 7 to 10 ഇയേഴ്സ് ആണ് ചോദിക്കുന്നത്. അതിന് വേണ്ട സ്കിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങളുടെ സ്കിൽസ് ആയിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യാനായിട്ട് ഇതാണ് അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത്. നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്നവരുടെ ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളതും നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലാണ്. കൊച്ചി ഇൻഫോ പാർക്കിലുള്ള അഡ്വെഞ്ചർ എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സീനിയർ വെബ് ഡെവലപ്പറിന്റെ വേക്കൻസി ആണ് വന്നിട്ടുള്ളത്. 4+ ഇയേഴ്സ് ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. HTML, CSS, WordPress, PHP, JavaScriptലൊക്കെയാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇതിന് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൂടി അവർ ചോദിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ സയൻസിലുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി BTech ഒക്കെ കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വർക്ക് ലൊക്കേഷൻ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്ക് തന്നെയാണ് വരുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ jobs@advenser.com എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇത്രയും വേക്കൻസീസ് ആണ് വന്നിട്ടുള്ളത്. ഒരു വേക്കൻസി കൂടി ക്ഷമിക്കണം, ഒരു വേക്കൻസി കൂടി വന്നിട്ടുണ്ട്. യെല്ലോ ഫിഷ് എന്ന് പറയുന്ന കമ്പനിയിൽ ഇപ്പോൾ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഈ വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിൽ തന്നെയാണ്. യെല്ലോ ഫിഷ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. BDയുടെ ജോബ് റോൾ മെയിൻലി വരുന്നത് ആ ഒരു പേര് ഡിനോട്ട് ചെയ്യുന്ന പോലെ തന്നെ ബിസിനസ് ഡെവലപ്മെന്റ് ആണ് വരുന്നത്. മെയിൻലി ഇതിന് അവർ ചോദിക്കുന്ന ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. അത് സെയിൽസിലോ മാർക്കറ്റിംഗിലോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും റിലേറ്റഡ് ഫീൽഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. IT മേഖലയിൽ BDE ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് വേണം. അതാണ് പ്രിഫറബിൾ എന്ന് പറയുന്നുണ്ട്. മറ്റു മേഖലയിൽ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. കൂടുതൽ പ്രിഫറബിൾ IT മേഖലയിലുള്ള BDE റോളാണ്. 3 to 4 ഇയേഴ്സ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ വേണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഫെമിലാരിറ്റി വിത്ത് CRM ടൂൾസ്, എക്സ്റ്റൻസീവ് പ്രസന്റേഷൻ സ്കിൽസ് മുതലായ കാര്യങ്ങളൊക്കെയാണ് വേണമെന്ന് അവർ പറയുന്നത്. ഇതിന്റെ ജോബ് റോളിലേക്ക് നോക്കുകയാണെങ്കിൽ നെഗോഷിയേഷൻ, അതേപോലെ സെയിൽസ് ഡെവലപ്പ് ചെയ്യുക, മെയിൻ ആയിട്ട് ആ ഒരു പേര് സൂചിപ്പിക്കുന്ന പോലെ സെയിൽസ് ഡെവലപ്മെന്റ് ആണ് ഇതിന്റെ മെയിൻ ഒരു ജോബ് റോൾ വരുന്നത്. സോ ഇത്രയും വേക്കൻസീസ് ആണ് നമ്മുടെ ഇൻഫോ പാർക്കിൽ ഇപ്പോൾ നിലവിൽ വിവിധ കമ്പനിയിലായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നല്ല അവസരമാണ്. ഫ്രഷേഴ്സിനൊക്കെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഇതുപോലുള്ള ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദയവായി അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.